പാലസ്തീനും തമ്മിൽ യുദ്ധം ആരംഭിച്ചതോടെ മേഘാലയയിൽ നിന്നുള്ള 27 ക്രൈസ്തവർ ബെത്ലഹേമിൽ കുടുങ്ങിയതായി മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള നിലവിലെ സംഘർഷം കാരണം വിശുദ്ധ തീർത്ഥാടനത്തിനായി ജെറുസലേമിലേക്ക് യാത്ര ചെയ്ത മേഘാലയയിലെ 27 പൗരന്മാർ ബെത്ലഹേമിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. KCBC വൊക്കേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ രൂപതകളിലെയും സന്യാസ സഭകളിലെയും വൊക്കേഷൻ പ്രൊമോട്ടേഴ്സിന്റെ സംഗമം സഭാ കാര്യാലയമായ പാലാരിവട്ടം POCയിൽ വെച്ച് സംഘടിപ്പിച്ചു. ദേവള്ളി പ്രോത്സാഹനത്തിൽ സഭകൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെയും പരിഹാരങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തു. KCBC വൊക്കേഷൻ കമ്മീഷൻ വൈസ് ചെയർമാൻ മാർ പീറ്റർ അബിർ ഉദ്ഘാടനം ചെയ്തു. തെക്കൻ നൈജീരിയയിലെ ഇമോ സംസ്ഥാനത്തിൽ നിന്ന് 3 കന്യാസ്ത്രീകളെയും സെമിനാരി വിദ്യാർത്ഥിയെയും ഉൾപ്പെടെ 5 പേരെ തട്ടിക്കൊണ്ടുപോയി. മിഷണറി ഡോട്ടേഴ്സ് ഓഫ് മാറ്റർ എക്ലേസിയ സന്യാസ സമൂഹാംഗങ്ങളാണ് സന്യാസിനികൾ. കന്യാസ്ത്രീകളിൽ ഒരാളുടെ അമ്മയുടെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോകുന്ന വഴിക്ക് എംബാനോയിലുള്ള റോഡിൽ വച്ചാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയവരെക്കുറിച്ച് നിലവിൽ തങ്ങൾക്ക് യാതൊരു വിവരവുമില്ലെന്ന് മിഷണറി ഡോട്ടേഴ്സ് ഓഫ് മാറ്റർ എക്ലേസിയ അറിയിച്ചു. നിക്കരാഗ്വയിൽ ഡാനിയൽ ഒർട്ടേഗോയുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടം 2 വൈദികരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ 8 ദിവസത്തിനുള്ളിൽ അറസ്റ്റിലായ വൈദികരുടെ എണ്ണം ആകെ 6 ആയി. എസ്റ്റലി രൂപതയിലെ ന്യൂവ സെഗോവിയ ഡിപ്പാർട്ട്മെന്റിലെ ന്യൂസ്ട്രാ സെനോറോ ദി ലൂർദ് പള്ളിയിലെ ഇടവക വികാരി ഫാദർ യസ്നർ സിപ്രിയാനോ പിനേഡ മെനസസ് ആണ് അറസ്റ്റിലായ ആദ്യ വൈദികൻ. ഈ വൈദികൻ അറസ്റ്റിലായതിന് അടുത്ത ദിവസം ബ്ലൂഫീൽഡ് രൂപതയിൽ ന്യൂസ്ട്രാ സെനേറോ ദി ഫാത്തിമ പള്ളിയിലെ ഇടവക വികാരിയായ ഫാദർ റാമോൺ എസ്റ്റബാൻ ആംഗുലോ റെയ്സും അറസ്റ്റിലായി. വിശുദ്ധ വിൽഫ്രെഡിന്റെ തിരുനാളിലേക്ക് ആഗോളസഭ. ബ്രിട്ടീഷ് ദ്വീപുകളിലും വിദേശ രാജ്യങ്ങളിലും അനേകരെ മാനസാന്തരപ്പെടുത്തിയ മിഷണറി ബിഷപ്പായിരുന്നു അദ്ദേഹം.